പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പോരാട്ട ജീവിതത്തിൽ ആ പോരാട്ട ജീവിതം എല്ലാ അർത്ഥത്തിലും സാർത്ഥകമായ ഒരു ദിനമാണ് ഇന്ന് മെയ് 4. ഈ മെയ് 4-നാണ് 2012 കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന TP ചന്ദ്രശേഖരനെ പിണറായി വിജയൻ്റെ കൊടും ക്രിമിനലുകൾ മുഖത്ത് 51 വെട്ടുവെട്ടി അതിദയനീയവും ദാരുണവും നിഷ്ഠൂരവുമായി കൊലപ്പെടുത്തിയത്. ആ 2012 മെയ് 4-ന് TP ചന്ദ്രശേഖരനെ പിണറായി വിജയൻ്റെ ക്രിമിനലുകൾ ഭൗതികമായി മുഖത്ത് 51 വെട്ടി കൊലപ്പെടുത്തിയെങ്കിൽ ഈ 2026 മെയ് 4-ന് വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പിണറായി വിജയനെ ജനങ്ങൾ പ്രതീകാത്മകമായി മുഖത്ത് 51 വെട്ടി കൊന്നു എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. പ്രതീകാത്മകമായി, മറ്റത് ഭൗതികമായിട്ട് നടന്നു. ഇത് സിംബോളിക്കായി ജനങ്ങൾ പിണറായി വിജയൻ്റെ മുഖത്ത് ഏതാണ്ട് 51 വെട്ടിയതിന് തുല്യമല്ലേ സുഹൃത്തുക്കളെ? പിണറായി വിജയൻ്റെ ഈ ഞരങ്ങിയുള്ള വിജയം ഒരു 10,000-നോ 12,000-നോ ആയിരിക്കും. ഈ കാരണഭൂതൻ, ഈ ഇരട്ടച്ചങ്കൻ ഇത്തവണ വിജയിക്കാൻ പോകുന്നു. കഴിഞ്ഞ തവണ എത്ര ആയിരം വോട്ടിനാണ് ജയിച്ചത്? 50,000 വോട്ടുകൾക്കാണ് ഇയാൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് ജയിച്ചത്. ആ സ്ഥാനത്ത് ഒരു 10,000-ഓ 12,000-നോ ജയിക്കാൻ പോകുന്നു. ആരെടുത്ത്? ഒരു കൊച്ചു ചെറുക്കൻ, ഒരു കൊച്ചു പയ്യൻ്റെ അടുത്ത്, അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ അടുത്ത് അയാൾ ജയിക്കാൻ പോവുക. അതൊരു ജയമാണോ സുഹൃത്തുക്കളെ? അതൊരു പരാജയമല്ലേ യഥാർത്ഥത്തിൽ? അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നേതാവിനെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ ഒരു മൂട്ടയെ ചവിട്ടി അരയ്ക്കുന്നത് പോലെ, നമ്മുടെ കാൽനടിയിൽപ്പെടുന്നൊരു മൂട്ടയെ, അതായത് നമ്മുടെ ദേഹത്തൊക്കെ ഇരുന്ന് നമ്മുടെ കടിച്ച് ചോര കുടിച്ച് വലുതാകുന്ന മൂട്ടയെ നമ്മൾ നിലത്തെടുത്തിട്ടിട്ട് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി അരയ്ക്കുകയില്ലേ സുഹൃത്തുക്കളെ? അതുപോലെ കഴിഞ്ഞ ഒരു 10 കാലം കേരളത്തിലെ ജനങ്ങളെ മൂട്ടകളെ പോലെ കണ്ടിരുന്ന ഒരു മനുഷ്യനെ, കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ മുഴുവൻ ലംഘിച്ച ഒരു മനുഷ്യനെ, കേരളത്തിലെ ജനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ തീർത്തും ലംഘിച്ച ഒരു മനുഷ്യനെ, കേരളം ഒരു അഴിമതിയുടെ ഒരു കൂത്തരങ്ങാക്കി മാറ്റിയ ഒരു മനുഷ്യനെ, സ്വന്തം ഖജനാവ് തൻ്റെ വീട്ടിലെ ഖജനാവ് പോലെ ചെലവഴിച്ച ഒരു മനുഷ്യനെ ജനങ്ങൾ ഈ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി മൂട്ടയെ ഞെരിക്കുന്നത് പോലെ ചവിട്ടി അരച്ചു കളഞ്ഞില്ലേ സുഹൃത്തുക്കളെ? പിണറായി വിജയനെ അരച്ചു കളഞ്ഞില്ലേ? ആലോചിച്ച് നോക്ക്. 5 വർഷം എന്തായിരുന്നു അയാളുടെ ഭരണം? ഇവിടെ എന്തായിരുന്നു ഭരണം? അയാളുടെ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച 3-4 യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലതല്ലി പൊട്ടിച്ചപ്പോൾ ജീവൻ രക്ഷാപ്രവർത്തനം എന്നല്ലേ ഈ വൃത്തികെട്ടവൻ വിളിച്ചു പറഞ്ഞത്? ഓർക്കുന്നില്ലേ? നമ്മൾ ഓർക്കുന്നില്ലേ? ധൂർത്തിൻ്റെ അങ്ങേയറ്റം അല്ലായിരുന്നു അയാൾ ചെയ്തത്? അഴിമതിയുടെ അങ്ങേയറ്റം അതല്ലായിരുന്നു അയാൾ ചെയ്തത്? അയാളുടെ അവസ്ഥ ഇന്ന് എന്താ? ആത്മഹത്യ ചെയ്യണം എന്ന് അയാൾ ആഗ്രഹിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷം അയാൾ എന്തായാലും ചെയ്യുന്നത്? അയാളൊരു ഏകാധിപതി, ഒരു മഹാരാജാവിനെ പോലെ കേരളം അങ്ങ് അടക്കി ഭരിക്കുകയല്ലായിരുന്നു? അയാളുടെ ചവിട്ടടിയിലല്ലായിരുന്നു സർക്കാർ? അയാളുടെ ചവിട്ടടിയിലല്ലായിരുന്നോ പാർട്ടി? ഇന്ന് അയാളുടെ അവസ്ഥ എന്താ? ഇന്ന് അയാളുടെ പാർട്ടിയിലെ കണ്ണൂർ ജില്ലയുടെ അവസ്ഥ എന്താ? തൃക്കരിപ്പൂരിലെ അവസ്ഥ എന്താ? ഇങ്ങ് പാലക്കാട് നിന്ന് ചെന്ന സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞു ചെറുപ്പക്കാരൻ തൃക്കരിപ്പൂര് 12,000 വോട്ടിന് ജയിച്ചിരിക്കുകയല്ലേ സുഹൃത്തുക്കളെ? തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ CPM തോറ്റിട്ടുണ്ടോ തൃക്കരിപ്പൂരിൽ? അവിടെ തോറ്റില്ലേ? പയ്യന്നൂര് കഴിഞ്ഞ 15 തെരഞ്ഞെടുപ്പുകളായി CPM നിരന്തരം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം. 2021 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1.25 ലക്ഷം വോട്ടിൽ ഏതാണ്ട് 93,000 വോട്ടാണ് CPM-ന് അവിടെ കിട്ടിയത്. 50,000 വോട്ടുകൾക്ക് ജയിച്ച സ്ഥലം 2021. അവിടെ ഒരു പാവപ്പെട്ട ഒരു നരുന്തും മനുഷ്യൻ, ഊതിയാൽ തെറിച്ചു പോകുന്നൊരു മനുഷ്യൻ
ഖദർ വിട്ട് ഒറ്റമുണ്ടും ഉടുത്ത് പോയി വോട്ട് തേടി നടന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനോട് ഈ നരാധമന്മാരായിട്ടുള്ള CPM-കാർ എന്താ ചെയ്തത്? അയാളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൊളിപ്പിച്ചു. അയാൾക്ക് വോട്ട് എഴുതിയ ആ മതിൽ തന്നെ പൊളിച്ചു കളഞ്ഞു. അയാളുടെ കൃഷിയിടത്ത് ചെന്ന് തീയിട്ടു. അയാളുടെ സുഹൃത്തിൻ്റെ ബൈക്ക് കത്തിച്ചു, കാറ് കത്തിച്ചു. ഇതൊക്കെ ചെയ്തില്ലേ ഈ വൃത്തികെട്ടവന്മാർ? 50,000 വോട്ടിനാണ് 2021 വിജയിച്ചത്. ഇപ്പം എന്താ സംഭവിച്ചത്? 7,000 ചില്ലുവാനം വോട്ടിന് ആ നരുന്തു മനുഷ്യൻ ഈ CPM എന്ന് പറഞ്ഞ ഈ വലിയ മരത്തിനെ കടപുഴുക്കി കളഞ്ഞില്ലേ? ഇവിടെ പയ്യന്നൂരിൽ കടപുഴുക്കി കളഞ്ഞില്ലേ? അത് പയ്യന്നൂരിലെടുത്തു. ഇനി തളിപ്പറമ്പിൽ എന്താ സ്ഥിതി നടന്നത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് കളമൊരുക്കി. പാർട്ടിയുടെ പ്രധാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാരെ എല്ലാം അവിടെ പ്രചരണത്തിന് ഇറക്കി. അവിടെ എന്താ സംഭവിച്ചത്? 10,000-12,000 വോട്ടിന് അവിടെ TK ഒന്നും ജയിച്ചില്ലേ സുഹൃത്തുക്കളെ? തളിപ്പറമ്പിൽ മട്ടന്നൂരിൽ 60,000-ലധികം വോട്ടിന് ജയിച്ചിരുന്നിടത്ത് ഇപ്പം കട്ടിച്ച് 12,000 വോട്ടിന് ഞെരുങ്ങി ജയിച്ചു. തലശ്ശേരിയിൽ ഭൂരിപക്ഷം കുറഞ്ഞു, കല്യാശ്ശേരിയിൽ ഭൂരിപക്ഷം കുറഞ്ഞു. അതുകൊണ്ട് ഈ പിണറായി വിജയനോടുള്ള വിരോധം പാർട്ടി അണികൾ കണക്കിന് കൊടുത്തു. പിണറായി വിജയന്റെ മസ്തകത്തിനിട്ട്, CPM നേതൃത്വത്തിന്റെ മസ്തകത്തിനിട്ട് കൊടുത്തു ജനങ്ങൾ കണ്ണൂരിൽ. അമ്പലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? സുധാകരൻ പാർട്ടി വിട്ടപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? വർഗവഞ്ചകൻ എന്ന് പറഞ്ഞ് നിരന്തരം അധിക്ഷേപിക്കായിരുന്നു. 10,17,000-ലധികം വോട്ടുകൾക്ക് സുധാകരൻ ജയിച്ചില്ലേ സുഹൃത്തുക്കളെ? ഇവിടെ സംസ്ഥാനത്തെ അവസ്ഥ എന്താ? 100 ചില്ലുവാനം സ്ഥലത്ത് 140 മണ്ഡലങ്ങളിൽ 102 സ്ഥലത്ത് ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥികൾ ജയിച്ചിരിക്കുന്നു. 10, 30, 40 സീറ്റുകളിലാണ് ഇടതുപക്ഷം ജയിച്ചത്. മുസ്ലിം ലീഗ് അവരെ 27 സ്ഥലത്ത് 27 സ്ഥലത്ത് മത്സരിച്ചപ്പോൾ 23 സ്ഥലത്ത് വിജയിച്ചെങ്കിൽ 180 സീറ്റിൽ മത്സരിച്ച 175 സീറ്റിൽ മത്സരിച്ച CPM ആകെ 29 സ്ഥലത്താണ് സുഹൃത്തുക്കളെ ജയിച്ചിരിക്കുന്നത്. ഏതാണ്ട് കൊന്ന് കുഴിച്ചു മൂടിയതുപോലെ ആയിരിക്കുകയല്ലേ അവസ്ഥ, അല്ലേ? ഒരൊറ്റ വികാരം മാത്രമാണ് ജനം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചത്. ഒരേ ഒരു വികാരം. എന്താണ്? പിണറായി വിജയനെതിരായിട്ടുള്ള വികാരം, ഭരണവിരുദ്ധ വികാരം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചത്. അല്ലാതെ UDF-ന്റെ പ്രവർത്തനം കൊണ്ടൊന്നും ഇവിടെ ജയിച്ചാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ടീം UDF എന്നൊക്കെ പറഞ്ഞൊക്കെ ചുമ്മാ അബദ്ധമാണ്. അതിലൊന്നും ഒരു കാര്യവുമില്ല. കേരളത്തിലെ ജനങ്ങൾ ഒന്നായി ഒറ്റ മനസ്സോടുകൂടി ഇംഗ്ലീഷിൽ പറഞ്ഞ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ഒരാൾക്കെതിരെ തോക്കെടുത്തു തുരുതുര വെടിവെച്ചു. AK-47 ഉപയോഗിച്ച് അയാൾക്കെതിരെ വെടിവെച്ചു. അയാളെ പായിച്ചു വിട്ടു. അയാളെ തൂത്തെറിഞ്ഞു. ഇനി ഇയാൾ വേണ്ട ഈ കേരളത്തിൽ എന്ന് പറഞ്ഞു. അതല്ലേ സംഭവിച്ചത്? വേറെ എന്ത് വികാരമാണ്? UDF എന്ത് പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത്? ഒന്നുമില്ല. UDF തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ കുറച്ച് പ്രസ്താവനകളൊക്കെ വന്നു, കുറച്ച് യോഗങ്ങളൊക്കെ നടത്തി, അത്രയേ ഉള്ളൂ. പിണറായി വിജയനോടുള്ള വിരോധം കണക്ക് പറഞ്ഞു തീർത്തു. ആ പിണറായി വിജയനോടുള്ള വിരോധം ജനങ്ങളോട് പറയാനായിട്ട് ഞങ്ങളെപ്പോലെ കുറച്ച് പൊതുപ്രവർത്തകരുണ്ടായിരുന്നു ഇവിടെ. ഞാനുണ്ടായിരുന്നു, ഉമേഷ് ബാബു ഉണ്ടായിരുന്നു, ജോസഫ് C. മാത്യു ഉണ്ടായിരുന്നു, പിന്നെ ചില യൂട്യൂബർമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് ഓരോ ദിവസവും ഇയാൾ ചെയ്ത വൃത്തികേടുകൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 2000-ലധികം വീഡിയോകൾ ഞാൻ ചെയ്തു. ഞാൻ കണക്ക് പറയുകയല്ല. എന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കി. എന്നെ 7 ദിവസം ജയിലിലിട്ടു. അന്ന് എൻ്റെ അമ്മ നിരാഹാര സത്യാഗ്രഹം നടത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ കിടന്നേനെ. ജയിലിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ എന്നെ തല്ലി കൊന്നേനെ ജയിലിലിട്ട്. ഞാൻ അവിടുന്ന് പോന്നു. 2025 എന്നെ വീണ്ടും കസ്റ്റഡിയിലെടുത്തു. ഞാനൊരു സ്ത്രീയെക്കുറിച്ചും ഒരു MLA-യെക്കുറിച്ചും വീഡിയോ ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് എന്നെ കസ്റ്റഡിയിലെടുത്തത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ന്യായമായി ചിന്തിച്ചുകൊണ്ട് വീണ്ടും ഞാൻ റിമാൻഡിൽ പോയില്ല. അവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. അതിൽ ഞാൻ പറഞ്ഞതിൽ ഒരു MLA അയാൾ ആ MLA എനിക്കത് വൈപ്പിൻ MLA മറ്റായിരുന്നു തോന്നുന്നു. അയാളെ തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റി. ഞാൻ വീഡിയോ ചെയ്തതിലെ ഒരു പ്രതി അയാളെ തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റി. തൃപ്പൂണിത്തുറയിൽ അയാൾ അടപടലം തോറ്റതിന് കാരണം ഞാൻ ചെയ്ത വീഡിയോ ആണ് എന്നാണ് ശ്രീമാൻ K. ബാബു പറയുന്നത് ഞാൻ കേട്ടത്. ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണെന്ന് പറയുന്നതാണ് കേട്ടത്.
അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് UDF ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനമോ അല്ലെങ്കിൽ ടീം UDF അല്ലെങ്കിൽ ആരെങ്കിലും മുന്നിൽ നിന്ന് നയിച്ചതോ എന്നൊക്കെ പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ 100-ലധികം വോട്ടിൽ സീറ്റിൽ UDF നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരേ ഒരാളോടുള്ള വിരോധം, ഒരേ ഒരാളോടുള്ള അറപ്പ്, വെറുപ്പ്, അത് ജനങ്ങൾ അങ്ങ് എടുത്തങ്ങ് ഉപയോഗിച്ചു. ആ നേതാവിനോട് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് കണ്ണൂരിലുള്ള ജനങ്ങളായിരുന്നു, കണ്ണൂരിലുള്ള പാർട്ടി അണികളായിരുന്നു. അതുകൊണ്ടാണ് തൃക്കരിപ്പൂരും പയ്യന്നൂരിലും തളിപ്പറമ്പിലും ധർമ്മടത്തും മട്ടന്നൂരിലും ഒക്കെ ആ നേതൃത്വത്തിന് അടി കൊടുത്തത്, മസ്തകത്തിന് അടി കൊടുത്തത്. പിണറായി വിജയൻ അടി കൊടുത്തെങ്കിൽ MV ഗോവിന്ദനും അടി കൊടുത്തു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. ആ ജനങ്ങളെ വെല്ലുവിളിച്ചാൽ, ആ ജനങ്ങളോട് ജനാധിപത്യ വിരുദ്ധമായും ഭരണഘടനാ വിരുദ്ധമായും പ്രവർത്തിച്ചാൽ, അവര് അങ്ങനെ പ്രവർത്തിക്കുന്നവൻ ആരായാലും, എത്ര ഇരട്ടച്ചങ്കനായാലും, എന്ത് കാരണഭൂതനായാലും, എന്ത് വാളിന് കീഴിൽ കൂടി നടന്നവനായാലും, അങ്ങനെ പ്രവർത്തിക്കുന്നവനെ മൂട്ടയെ ചവിട്ടി ഞെരിക്കുന്നത് പോലെ അവനെ ഞെരിക്കും എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ CPM തയ്യാറായില്ലെങ്കിൽ ബംഗാളിൻ്റെയും ത്രിപുരയുടെയും പുറകെ പോവുക എന്നുള്ളതായിരിക്കും CPMൻ്റെ വിധി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. 2006 മുതൽ തുടങ്ങിയതാണ് എൻ്റെ പോരാട്ടം. അതിനുമുമ്പ് ഞാൻ VSൻ്റെ കൂടെയായിരുന്നു. 2006 എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സാധാരണ രീതിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പുറത്താക്കുന്നവൻ ഒന്നുകിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോയി ചേരും. ഇനി പുറത്താക്കുന്നവൻ വേറെ പാർട്ടിയിൽ പോയി ചേരുന്നില്ലെങ്കിൽ അവൻ പിന്നെ ജീവച്ഛവമാണ്, വെജിറ്റബിൾ മാസാണ്. അവനെക്കുറിച്ച് പിന്നീട് കേൾക്കില്ല. അതാണ് കേരളത്തിലെ ഇതുവരെയുള്ള ചരിത്രം. എന്നാൽ എൻ്റെ കാര്യത്തിൽ അതല്ല ചരിത്രം എന്ന് ഞാൻ പറയട്ടെ. എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഉമേഷ് ബാബുവിൻ്റെ കാര്യം, എൻ്റെ ഗുരു ഉമേഷ് ബാബുവിൻ്റെ കാര്യത്തിലും അതല്ല ചരിത്രം. ഞങ്ങൾ വീണ്ടും നെഞ്ചു വിരിച്ചു നിന്ന് പോരാടി. ഉമേഷ് ബാബു എന്നെക്കാൾ കൂടുതൽ പോരാടി, പക്ഷെ ഞാനും പോരാടി 2006 മുതൽ. അങ്ങനെ 2017 പിണറായി വിജയൻ എന്നെ 7 ദിവസം പിടിച്ച് ജയിലിലിട്ടു. ഞാൻ പറഞ്ഞ എൻ്റെ അമ്മ സത്യാഗ്രഹം നടത്തിക്കൊണ്ട് ഞാൻ കെട്ടിച്ച് പുറത്തു വന്നു. അതിനുശേഷം 2025 എന്നെ വീണ്ടും കസ്റ്റഡിയിലെടുത്തു. ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു പോലീസ് സ്റ്റേഷനിൽ വീട്ടുതടങ്കലിലിട്ടു. വൈകിട്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. പക്ഷേ മജിസ്ട്രേറ്റിന് സത്യം മനസ്സിലായതുകൊണ്ട് ഞാൻ റിമാൻഡ് ചെയ്യപ്പെട്ടില്ല. പിന്നെ വേറൊരു നരാധമനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവനെതിരെ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി. അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവൻ സൂക്ഷിച്ചോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 7-8 FIR അവൻ എനിക്കെതിരെ ഇട്ടു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ആ നരാധമനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ, അവനെതിരെ ഇനി വീഡിയോകളൊന്നും ഞാൻ ചെയ്യില്ല, ഇനി പ്രവർത്തനം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമേ എനിക്ക് അവനോട് പറയാനുള്ളൂ. അവൻ ചിലരെയൊക്കെ കാണുന്നുണ്ട്, അധികാരത്തിൽ വരുന്നവരെയൊക്കെ സ്വാധീനിക്കാൻ ചിലരെയൊക്കെ കാണുന്നുണ്ടവൻ. പക്ഷെ അവൻ എങ്ങും എത്താൻ പോകുന്നില്ല എന്നവൻ മനസ്സിലാക്കിക്കൊള്ളണം. അവൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളത് അവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, 2006 പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഇടതടവില്ലാതെ സമരം ചെയ്തു. 2026 വരെ സമരം ചെയ്തു. 20 വർഷക്കാലം സമരം ചെയ്തു. ആ സമരമുഖം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരായിട്ടായിരുന്നു. അത് വ്യക്തി കേന്ദ്രീകൃതമായിരുന്നില്ല. പിണറായി വിജയനാണ് CPMൻ്റെ ജീർണതയുടെ മുഖം എന്നുള്ളത് കൊണ്ട് പ്രതീകാത്മകമായി CPMൻ്റെ ജീർണതയ്ക്കെതിരെ നടത്തിയ സമരം പിണറായി വിജയനെതിരായിട്ടുള്ള സമരമായി മാറി എന്ന് മാത്രമേ ഉള്ളൂ. അത് വ്യക്തി കേന്ദ്രീകൃതമായിരുന്നില്ല. ആ പിണറായി വിജയൻ ഇന്ന് അപ്രസക്തനായിരിക്കുന്നു. ആ പിണറായി വിജയൻ അധികാരഭ്രഷ്ടനായിരിക്കുന്നു. ആ പിണറായി വിജയനെ ഞാൻ അവസാനമായി പറയുന്നു, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ വെല്ലുവിളിച്ച, ഭരണഘടനയെ വെല്ലുവിളിച്ച, ജനാധിപത്യത്തിനെ വെല്ലുവിളിച്ച പിണറായി വിജയനെ ഞാൻ വീണ്ടും ഒന്നുകൂടി സന്തോഷത്തോടു കൂടി പറയുന്നു, ഒരു മൂട്ടയെ ചവിട്ടി അരയ്ക്കുന്നത് പോലെ ജനങ്ങൾ അയാളെ ചവിട്ടി അരച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അയാൾ 2012 അയാളുടെ ഗുണ്ടകളെ വിട്ട് TP ചന്ദ്രശേഖരനെ ഭൗതികമായി മുഖത്ത് 51 വെട്ടി കൊന്നെങ്കിൽ ഇന്ന് 2026 മെയ് 4 വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിനെ പ്രതീകാത്മകമായി ജനങ്ങൾ 51 വെട്ടി കൊല്ലുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.